keep you in my heart is where you are. Hi guys, welcome back to my YouTube channel. This is me, Ida Linson. So, wait a minute. Today is 27th February 2025. I am turning 22. So, yeah. And I feel like 21ന്റെ ബർത്ത്ഡേ ഇന്നലെ കഴിഞ്ഞതുപോലെയാണ്. Like time flies so fast. Like I am kind of thankful. എൻ്റെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഐ ആം സോ ഹാപ്പി. ഇത്രയും കഷ്ടപ്പെട്ട് ജർമ്മനൊക്കെ പഠിച്ച് ഇവിടെ വന്നു. ഇപ്പം ജർമ്മനിയിൽ ഇപ്പം സെക്കൻഡ് ഇയർ കഴിയാറായി, തേർഡ് ഇയറിലോട്ട് കയറുന്നു. ഐ എം സോ ഹാപ്പി. എൻ്റെ വിഷസ് എല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെതായ രീതിയിൽ. പിന്നെ I don't know, I am getting older. I know I am still a kid. I am only 22 years old. എനിക്ക് ഇനിയും മുമ്പിലോട്ട് കുറേ വർഷങ്ങളുണ്ട്. But I am kind of clueless. Like ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പഠിക്കണം, അങ്ങനത്തെ ഒരു കാര്യത്തിൽ ലൈക്ക് എന്നാണ് ഇനി ചെയ്യേണ്ട ലൈഫിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ ഇവിടെ 9 മണിയായിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ രാവിലെ എഴുത്ത് ഇങ്ങനെ പ്രകൃതി ഭംഗി, നേച്ചേഴ്സ് ബ്യൂട്ടി ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സോ ഇപ്പോൾ ഇവിടെ മഞ്ഞ് പെയ്യുന്നുണ്ട്, കുറച്ച് ക്ലൗഡി ഒക്കെയാണ്. ഐ ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് വെദർ, ഒരു ക്ലൗഡി മൂഡി വെദർ. സോ ദിസ് ഈസ് ദ വെദർ ടുഡേ. ഇന്ന് ഭയങ്കര സ്നോയിങ് ആണ്. ഇന്ന് ലൈക്ക് ഇവിടെ ഫാസ്നാഹ്റ്റിൻ്റെ ഒരു ഫെസ്റ്റ് ഉള്ള ദിവസമാണ്. അത് ജർമ്മനിയിലുള്ള ഒരു ഫെസ്റ്റാണ് ഫാസ്നാഹ്റ്റ്. അപ്പം ഇന്ന് രാവിലെ 3 മണി തൊട്ട് ഇവിടെ ഭയങ്കര ഹോൺ അടിയും ലൈക്ക് അങ്ങനെ ഭയങ്കര DJ പാട്ടും ഒക്കെ വെച്ച് ഇവർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈൻഡ് ഓഫ് ലുക്സ് ലൈക്ക് ഒരു ആലിസ് ഇൻ വണ്ടർലാൻഡ് പോലെ ഉണ്ടല്ലോ ഈ മഞ്ഞ് വീണാണ്. നല്ല ഭംഗി. ഇപ്പം വർക്ക് ഡ്യൂട്ടി ആ ഒരു ടൈമാണ്. അപ്പം ഇത്രയും ദിവസം എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ഒക്കെ ആയിരുന്നു. അപ്പം രാവിലെ ഏറ്റു പോകണം, അങ്ങനത്തെ കുറച്ച് ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. ഇന്ന് എനിക്ക് ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ച് ഒരു ദിവസം ഫ്രീ ആയിട്ട് കിട്ടിയേക്കുവാണ്. ടുഡേ ഈസ് മൈ പ്ലാൻ ടു റിവൈൻഡ്, ടു റിലാക്സ്. അതാണിപ്പോൾ എൻ്റെ മെയിൻ മോട്ടീവ്. സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോവുക, അത് കഴിഞ്ഞ് വീട്ടിൽ വരിക, ജിമ്മിൽ പോവുക, കിടന്നുറങ്ങുക, പിന്നെ കുറച്ച് സീരീസ്, കുറച്ച് ഡ്രാമ, കുറച്ച് ഫിലിം ഇതൊക്കെ കണ്ട് ടൈം കളയുക, പിന്നെ പഠിക്കാൻ ഉണ്ടെങ്കിൽ പഠിക്കാൻ വലിയ മൂടുള്ള ആളൊന്നും അല്ല ഞാൻ. എക്സാം ഉണ്ടെങ്കിൽ എക്സാമിൻ്റെ തൊട്ട് മുമ്പ് പഠിച്ച് പാസ്സാവുന്ന ആ ടൈപ്പാണ് ഞാൻ. അപ്പം ഇന്ന് ഐ ആം പ്ലാനിങ്. എൻ്റെ എക്സാം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, സെഷൻ പ്രൂഫിങ്. അവർ ഞങ്ങളുടെ സ്കൂളുകാരിങ്ങനെ എക്സാം നീട്ടി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഐ ആം റിയലി ഫെഡ് അപ്പ് വിത്ത് ദിസ് സ്കൂൾ. ഐ ഡോണ്ട് നോ, ബിക്കോസ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞാൻ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ എക്സാംസ് ഇതുപോലെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ടുഡേ യു ഗൈസ് ആർ കമ്മിങ് വിത്ത് മീ ടു ജിം, ടു ഷോപ്പ്, to study a little bit, spend time with me. അപ്പം ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ചെറിയൊരു അൺബോക്സിങ് ഉണ്ട്. അപ്പം ഐ ആം റിയലി ഇൻ ലവ് വിത്ത് പെർഫ്യൂംസ്. എനിക്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഒത്തിരി പെർഫ്യൂം കളക്ഷൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അപ്പം ഞാൻ കല്യാണത്തിന്, അതായത് ചേച്ചിയുടെ കല്യാണത്തിന് നാട്ടിൽ പോയപ്പോൾ ചേച്ചിക്ക് ഷാനൽ നമ്പർ 5 വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്മെൽസ് നൈസ്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഗൂച്ചിയുടെ ഫ്ലോറ പെർഫ്യൂം ഉണ്ടായിരുന്നു. അപ്പോൾ അത് റീസെൻ്റ്ലി തീർന്നിട്ടിരിക്കുമായിരുന്നു. അപ്പം എനിക്ക് ആ പെർഫ്യൂം അടിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഫുൾ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ആ ഒരു ടൈമും ഞാൻ നാട്ടിൽ പോയ ടൈമും ഒക്കെ ആവണം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് പെർഫ്യൂംസ് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ലൈക്ക് എവറിഡേ യൂസിന്, ഈ വർക്കിന് പോകുമ്പോൾ ഒക്കെ ഞാൻ അടിക്കുന്ന പെർഫ്യൂംസ്. അതൊന്നും വലിയ കൂടിയ എക്സ്പെൻസീവ് പെർഫ്യൂംസ് ഒന്നും അല്ല. സോ
ഇന്ന് ഞാൻ വീണ്ടും എൻ്റെ ഗൂച്ചി ഫ്ലോറ ഒന്നുകൂടെ ഞാൻ വീണ്ടും ഓർഡർ ചെയ്തായിരുന്നു പുതിയതായിട്ട്. അപ്പം ഇഫ് ഐ ആം ഗോയിങ് ടു റെക്കമെൻഡ് someone a perfume, that would be Gucci Flora. Buy this. ഈ ഒരു പെർഫ്യൂമിനെ ഒരു ഗേൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി എ ഗേൾ ഹു ഈസ് വെയറിങ് എ പ്രിറ്റി ഡ്രസ്, ലൈക്ക് ഒരു പിങ്ക് ഒരു പ്രിറ്റി ഡ്രസ്, സമ്മർ ഡ്രസ്. ഇറ്റ്സ് സമ്മർ അല്ലെങ്കിൽ ഇറ്റ്സ് സ്പ്രിങ്. ദർ ഈസ് എ ലോട്ട് ഓഫ് ഫ്ലവർ ആൻഡ് ഷീ ഈസ് എ ഫെമിനിൻ ഗേൾ. ആ ഒരു ടൈപ്പ് ഓഫ് വുമൺ ആണ് ഇത്. സ്മെല് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. ദിസ് ഈസ് Gucci Flora Gorgeous Gardenia. The pink one, Gorgeous Gardenia. So we are now going to gym. ഇപ്പം മഞ്ഞ് പെയ്യുന്ന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടു. സോ വി ആർ ഗോയിങ് നൗ ടു ജിം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്ന് ഇവിടെ ഫെസ്റ്റൊക്കെ ആയത് കാരണം ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ജിമ്മിലോട്ട് നടക്കുവാണ്. ഇന്ന് ജിമ്മ് ഈ ഫെസ്റ്റിൻ്റെ കാരണം കൊണ്ട് ഇന്ന് കുറച്ച് നേരമേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം പോയി ബാക്കിന് വർക്കൗട്ട് ചെയ്തിട്ട് വന്ന് കിടന്നുറങ്ങാൻ ഓർത്തു. സോ അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ലിഡിൽ വരെ ഒന്ന് പോകണം, എന്തെങ്കിലും തിന്നാൻ വാങ്ങിക്കാൻ. ഹലോ ക്യൂട്ട് റൈറ്റ്. എൻ്റെ മൂക്കൊക്കെ ചുമക്കാൻ തുടങ്ങി തണുത്തിട്ട്. ഓക്കെ, ഐ എം ഗോയിങ് ടു ക്രോസ് ദ റോഡ് നൗ. സോ എൻ്റെ സ്ഥലമെന്ന് പറഞ്ഞാൽ, ഞാൻ ജർമ്മനിയിൽ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു സ്റ്റട്ടാണ്. ഒത്തിരി ആൾക്കാരൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഫെസ്റ്റൊക്കെ വരുമ്പോഴത്തേനും ഒത്തിരി ആൾക്കാർ പുറത്തുനിന്ന് വരും. എൻ്റെ ക്യാമറ അടിച്ചു വരും, വെളുത്തിരിക്കുന്നു. ഇവിടുത്തെ ജിമ്മിൻ്റെ ഓണറിന് മറ്റേ കമ്പ്യൂട്ടറിൽ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പുള്ളിക്കാരത്തി എന്നെ വന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് പുള്ളിക്കാരത്തി എനിക്കൊരു പ്രോട്ടീൻ ഷേക്കൊക്കെ ഉണ്ടാക്കി തന്നു. സോ സ്വീറ്റ്. ഐ ആം എൻജോയിങ് ദ മ്യൂസിക് ജിം. ഇന്ന് എനിക്ക് ആസ് എ ബർത്ത്ഡേ പ്രിവിലേജ് ഇന്ന് എനിക്ക് ജിമ്മ്, ഈ ഹോൾ ജിമ്മ് എനിക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. എവരി വൺ ഈസ് സെലിബ്രേറ്റിംഗ് ദ ഫെസ്റ്റ്. ഐ ഡോണ്ട് ലൈക്ക് ദ ഫെസ്റ്റ്. സോ യാ, ഐ ആം ഹിറ്റിംഗ് മൈ ബാക്ക്. അപ്പം ഇനിയിപ്പോൾ ലിഡിൽ കയറിയാലോ എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. വെയിലൊക്കെ ഉണ്ട് ഇന്നിപ്പം. ഇന്നത്തെ വർക്കൗട്ട് നല്ലൊരു വർക്കൗട്ടായിരുന്നു. ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. സോ പിന്നെ എനിക്ക് ജിമ്മിൽ വേറെ ആരും ഇല്ലാത്ത ഭയങ്കര സന്തോഷം എന്നാന്നറിയില്ല. അപ്പം ഞാൻ ജിമ്മിൽ പോയിട്ട് വന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഓടി. ആൽക്കഹോൾ കണ്ടന്റ് ചെറുതായിട്ടുണ്ട്. സോ അപ്പോൾ ഇന്ന് ഫാസ്റ്റ്നാഫ്റ്റാണ്. ഫാസ്റ്റ്നാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷനാണ്, ജർമ്മൻ സ്വിറ്റ്സർലാൻഡ് ഷ്വേബിഷ് ട്രഡീഷനാണ്. അതെന്നാന്ന് ചോദിച്ചാൽ
ഷ്മുട്സക ഡോണർസ്താഗ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ഇവർ നോമ്പും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് വലിയൊരു പാർട്ടി വെക്കുന്ന ഒരു ദിവസം. അപ്പം ഈ ദിവസം അവർ വലിയ പാർട്ടി വെച്ചിട്ട് കുറേ ഫാറ്റുള്ള കുറേ ഫുഡും മറ്റേ വൂസ്റ്റ് അങ്ങനെ കുറേ ഫുഡും തിന്ന് കുറേ ലൈക്ക് ഇവർ ഹാലോവീനൊക്കെ പോലെ ഡ്രസ്സപ്പ് ചെയ്ത് എൻജോയ് ചെയ്ത് ആ ഒരു ദിവസം ആഘോഷിക്കും. എന്നിട്ട് ഈസ്റ്ററിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അതാണ് ഇന്നത്തെ പ്രത്യേകത. അപ്പം ഇങ്ങനെ ഇന്നും കുറേ വലിയ റാലി, കുറേ ഗ്രൂപ്പുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ റാലിയും ബാൻഡും ഒക്കെ കാണും. ഇത് കഴിഞ്ഞ കൊല്ലം ഞാനിത് അവിടെ പോയി ഇവരുടെ റാലിയൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഈ വർഷം എനിക്ക് പോകാൻ താല്പര്യമില്ല. അപ്പം എന്നാണേലും അങ്ങനെ മടിച്ച് കൈൻഡ് ഓഫ്. ഇനി കുറച്ച് നേരം ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് മേ ബി പഠിക്കുമായിരിക്കും, മേ ബി അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസ് കാണുമായിരിക്കും. ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. ബൈ. ഞാൻ ഉറക്കമെല്ലാം കഴിഞ്ഞിപ്പോൾ എത്തതേ ഉള്ളൂ. ഇപ്പം ഏകദേശം രാത്രി ആകാറായി. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ എത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇനിയിപ്പം പഠിക്കാനൊന്നും മൂടില്ല, നോ ഇൻട്രസ്റ്റ്. സോ ഞാൻ ഓർത്തു കുറച്ചിരുന്ന് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തേക്കാം. ഇത് കുറച്ചൊക്കെ ഇരുട്ടി തുടങ്ങി. അപ്പം ആൾക്കാരൊക്കെ വീട്ടിൽ വരുന്ന ടൈമാണ്, ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമാണ്. അപ്പം ഇവിടെ കാണാം ഓരോ വീട്ടിലൊക്കെ ചെറിയ ചെറിയ ലൈറ്റൊക്കെ തെളിഞ്ഞു തുടങ്ങി, സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഇട്ടു. അപ്പം രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻ്റെ ഇവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ തിങ്ക് ഇനി കുറച്ച് നേരം ASMR വീഡിയോ പോലെ കുറച്ച് നേരം കാമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. കാരണം ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ പോവാണ്. ഐ യൂഷ്വലി എഡിറ്റ് ഓൺ ഇൻഷോട്ട്. അതിന് മുമ്പ് ആദ്യമേ ഞാൻ ഫോണിൽ വീഡിയോ എടുത്തത് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അപ്പം ഐ ഫോർഗോട്ട് ടു ട്രാൻസ്ഫർ ഇറ്റ്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ലൈക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം, എനിക്ക് എൻ്റെ തന്നെ സൗണ്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബോറടിയാ. ലൈക്ക് ഇറ്റ്സ് ബോറിങ് ഫോർ മീ. പിന്നെ ഞാൻ ഭയങ്കര സ്ലോ ആണെന്ന് എനിക്ക് തോന്നും. ഇറ്റ്സ് വിയർഡ്, ഇറ്റ്സ് റിയലി വിയർഡ്. യു ഗൈസ് ആർ സപ്പോർട്ടിങ് മീ റൈറ്റ്? ഐ ഹാവ് 2K 2.70 something K subscribers to support me. So that's it guys. I am so tired. ഞാൻ ഏകദേശം ഇപ്പം എത്ര മണിക്കൂർ ഇടുന്നു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇരുന്നു. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല. ഐ ആം ടയേർഡ്. എനിക്ക് കിടന്നുറങ്ങാനേ പറ്റുള്ളൂ. നാളെ രാവിലെ എനിക്ക് ഫ്രീ ഉണ്ട്. സോ മേ ബി ഐ ആം ഗോയിങ് ടു ഈറ്റ് സംതിങ്. അല്ലെങ്കിൽ ഞാൻ നേരെ കിടന്നുറങ്ങും. ഐ റിയലി വാണ്ട് ടു നേരെ കിടന്നുറങ്ങൽ. ദിസ് ഈസ് മൈ 22nd birthday.
This is how I look. These are my profiles. I am looking forward to growing up. I am happy. I want to stay happy like this always. I want to be like have this same kind of energy for going forward. എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാണ്ട്. താങ്ക് യു എവറി വൺ ഫോർ സപ്പോർട്ടിങ് മീ. ഇത്ര ആൾക്കാർ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, എൻ്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു മോട്ടിവേഷനാണ്. സോ താങ്ക് യു ഗൈസ്. I am going to wind up my vlog today. Thank you for watching. Subscribe to my channel, okay? അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.